വോട്ട് ചോദിച്ചു വരുന്നവരോട് കോഴിക്കോട്ടെ മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് നിരവധി പരാതികളാണ്. കല്ലായിപ്പുഴയിലെ ചെളി നീക്കം ചെയ്യണമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായെന്ന് കോതിപ്പാലത്തെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തീരത്ത് സംരക്ഷണ ഭിത്തിയില്ലാത്തതും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയാണ്. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പാണ്. പ്രചാരണ രംഗത്ത് സജീവമാകുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. സ്ഥാനാർത്ഥികളൊക്കെ എത്തുമ്പോൾ അവരോട് വിവിധ കാര്യങ്ങളാണ് ഓരോ മേഖലയിലുള്ളവരും മുന്നോട്ട് വെക്കുന്നത്. കോതിപ്പാലം മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഈ മേഖലയിൽ എന്ന് പറഞ്ഞാൽ ചെളി കോരുന്ന് ഇല്ല. ആകെ കപ്പൽ വന്നിട്ട് മാത്രമാണ് അവിടുന്ന് പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്തു നിന്ന് മണ്ണ് വരുന്നത്. ഇവിടെ വെള്ളയിൽ നിന്ന് ഓസിട്ടടിച്ചിട്ട് മണ്ണ് കെട്ടിയിടുന്നില്ലേ, അതേമാതിരി ഓസിട്ടടിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്താ ഉള്ളൂ അയ്യി വികസിക്കുള്ളൂ. ആൾക്കാർക്ക് ഈ ബല കോർപ്പറേഷൻ അത് കൊടുത്തത് ഒഴുക്കി ഒത്താസുള്ള ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും തുല്യതയിൽ കൊടുക്കാനുള്ള ഒരു സമീപനം ഈ പാർട്ടിൻ്റെ അടുത്ത് നിന്നിട്ടോ ഈ അധികാരികളിൽ നിന്നിട്ടോ ഉണ്ടാകുന്നില്ല. എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്, എല്ലാവരും ഒരേ മാതിരിയാണെന്നുള്ള ഒരേ കണ്ണുകൊണ്ടാണ് കാണണ്ടേ. മീനുണ്ട്, മീനിന് വില ഇല്ല എന്നുള്ളൂ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കണ്ടില്ലേ, ഫുള്ള് ചളിയാണ്. ഈ മട്ടിച്ചളി ഉണ്ടായാലുണ്ടല്ലോ, ഇതാ കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി ചിലവാക്കാനുണ്ടാവുള്ളൂ. ശരീരത്തിൻ്റെ രോഗത്തിന് അത്ര വിഷമമാണ്. ഇവിടെ ഒക്കെ ഇപ്പം വറ്റിയിട്ട് കംപ്ലീറ്റ് നിലം പോലാവും. വെള്ളം കംപ്ലീറ്റ് പറ്റും. പിന്നെ വെള്ളം കയറി വരണം. കയറി വന്നാലേ നമ്മൾ പണിക്കാൻ കഴിയുള്ളൂ. ചളിയുള്ള ജീവിതം ഇവിടെ. പിന്നെന്താ ചെയ്യുക? തൊഴിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം നാട്ടിൽ വേണം. അത് ചെയ്തു തരേണ്ടത് സർക്കാരാണ്. കോടികൾ കൊയ്തെടുക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കൊണ്ടാണ്. ഒരു മുതൽ മുടക്കില്ലാണ്ട് അവരെ പൊന്നും വീടും ആധാരമൊക്കെ പണയം വെച്ചിട്ട് പോവും. പട്ടിണിയാണെങ്കിലും ദരിദ്രമാണെങ്കിലും ഒരു സഹിക്കാന്നല്ലാണ്ട് ഇതിന് പോകുമ്പോൾ ഈ സർക്കാർ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ഭിത്തി കെട്ടണം. ഭിത്തി കെട്ടാൽ പോയും വൃത്തിയാവും. മറ്റുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നത് കുറയും ചെയ്യും. പുഴനെ സംബന്ധിച്ചിടത്തോളം അതിനോട് ബന്ധപ്പെട്ട ആളുകൾ പൂയെടുത്തിരുന്നു. പൂയെടുക്കുന്ന സമയങ്ങളിലൊന്നും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. ആ പൂയെടുക്കൽ സർക്കാർ തടഞ്ഞ്, എന്നിട്ട് വലിയ വലിയ മുതലാളിമാരെ കോറികൾ പൊളിച്ചിട്ട് അതിൻ്റെ പൊടികൾ വിൽക്കാനാണ് സർക്കാർ ഒത്താശ ചെയ്യുന്നത്. ഇങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളോട് വോട്ട് ചോദിച്ചെത്തുന്നവരോട് ആവശ്യപ്പെടാനുള്ളത്. കോഴിക്കോട് നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.